ഹലോ നമസ്കാരം, എല്ലാവർക്കും ഡ്രീം ലൈം ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഗിണ്ടി നാഷണൽ പാർക്കിലാണ്. ചെന്നൈൻ്റെ സിറ്റിയുടെ നടുക്കുള്ള ഒരു നാഷണൽ പാർക്കാണിത്. ഇത് ഗിണ്ടിയിലാണ് സ്ഥിതി ചെയ്യണത്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് കയറി വന്നപ്പോൾ തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. വണ്ടി പാർക്കിങ്ങിന് 5 രൂപയാണ് ഇവിടുത്തെ ചാർജ്. അപ്പോൾ നമ്മൾ ഇവിടെ 2 വീലേഴ്സൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ കാറുകളാണെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ചെന്നൈ സ്നേക്ക് പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ആ ഒരു പാർക്ക് വരുന്നത്. ഇതാണ് ചെന്നൈ സ്നേക്ക് പാർക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 10 രൂപയാണ്. അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 10 രൂപയും അതിന് മേലിലേക്കുള്ള എല്ലാവർക്കും 20 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റിൻ്റെ സംഭവങ്ങൾ നമുക്ക് നോക്കുന്നതാണ്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തായിരുന്നു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 40 രൂപ ടിക്കറ്റിന്. കാരണം ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ട് 20 രൂപ എക്സ്ട്രാ അവർ വാങ്ങിച്ചു. അപ്പോൾ അതിന് 20 രൂപ, നമ്മൾക്ക് ഒരാൾക്ക് 20 രൂപ ആയിട്ടാണ് അവർ ചാർജ് ചെയ്തത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റത്തെ കേജാണിത്. ഇതിനകത്ത് ഇട്ടേക്കുന്നത് ആൽബിനോ പൈത്തന്നെയാണ്. ഇത് നമ്മൾ പുറം നാടുകളിൽ പെറ്റായിട്ട് വളർത്തുന്നൊരു സ്നേക്കാണ്. പല വീഡിയോസിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്നേക്കിനെ. ഇനി അടുത്ത ഒരു സോണിലേക്ക് വെനമസ് സ്നേക്ക് സോൺ എന്ന് പറയുന്ന ഒരു സോണിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ എൻട്രൻസാണ് ഈ കാണുന്നത്. ഇത് കോബ്രയാണ് കിടക്കണത്. ഇവിടെ ഹീറ്റിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ബൾബിൻ്റെ ആ ഒരു കേജ്. അപ്പോൾ ഇവിടെ മഴയാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ ഒരു സ്ഥലം. തൊട്ടടുത്ത കേജിൽ തന്നെ അണലി കിടപ്പുണ്ട്, റസൽസ് വൈപ്പർ. ഇതിനകത്ത് 2 എണ്ണമാണ് കിടക്കണത്. കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു പാമ്പാണ്, വൈറ്റും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള. ഇതിൻ്റെ പേര് ഇവിടെ കൊടുത്തേക്കുന്നത് ഇൻഡോ ചൈനീസ് സ്പിറ്റിംഗ് കോബ്ര എന്നാണ്. ഇവിടെ 2-3 എണ്ണം കിടപ്പുണ്ട് അവിടെ. തൊട്ടിപ്പുറത്തെ കേജിൽ നമുക്കൊരു പെരുമ്പാമ്പിനെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു പെരുമ്പാമ്പാണ്. ഇവിടുത്തെ കേജിനുള്ളിൽ ഒരു വലിയൊരു കൂടാണിത്. അതിൻ്റെ ഉള്ളിലൊരു പെരുമ്പാമ്പ്, വലിയൊരു പെരുമ്പാമ്പ് തന്നെ അവർ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെടിയുടെ ഇടയിലാണത് കിടക്കുന്നത് ചുരുണ്ട് കൂടിയിട്ട്. ഇപ്പോൾ നമ്മൾ സ്നേക്സിൻ്റെ കേജ് കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മുതലകളുടെ കേജസ് ഉണ്ട്. ആ വലിയ ഒരു മുതലയുടെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഒരു മുതല കൂട്ടങ്ങളെ കാണാൻ പറ്റും. തൊട്ടിപ്പുറത്തെ കേജിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്.
നമ്മൾ നേരത്തെ കണ്ടത് അതിൻ്റെ ചെറുതുങ്ങളാണ്. അതിൻ്റെ വലുതുങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ദൂരെയൊക്കെ ആയിട്ട് നിറയെ ഗേരിയൽസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മുതലകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് വാക്ക് ത്രൂ ഇഗ്വാന റെപ്റ്റൈൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. അത് നമുക്ക് ഉള്ളിൽ ഇതിൻ്റെ കേജിൻ്റെ ഉള്ളിൽ നമുക്ക് പോകാൻ പറ്റും. അതായത് 10 രൂപ ചാർജ് ഉണ്ട് ഇതിന് എക്സ്ട്രാ. അത് പേ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് പോകണേണ്. ഇതൊരു മ്യൂസിയമാണ്. എന്തിൻ്റെ മ്യൂസിയം എന്നറിയില്ല. നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം. അതിൻ്റെ എൻട്രൻസ് ആണിത്. ഇതിനകത്ത് പ്രിസർവ് ചെയ്ത് കുറേ ആമകളെയും പിന്നെ അതേപോലെ ഓന്ത്, തവളകൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഇവർ പ്രിസർവിങ് ചെയ്ത് ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആമകളാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ പല്ലികൾ, ഓന്തുകൾ, അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. തവളകൾ ഇഷ്ടംപോലെ ടൈപ്പുകളുണ്ട്. അപ്പം നമ്മളിവിടുത്തെ കാഴ്ചകളെല്ലാം ഇവിടുത്തെ കണ്ടു കഴിഞ്ഞ് നമ്മളിവിടുത്തെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.